ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നും മുടിയുടെ വീഡിയോയാണ്. ഹെയർ സ്പാ ക്രീമാണ്. അപ്പോൾ ഇത് മുടി നല്ല സോഫ്റ്റ് ആക്കുന്നതിനും മുടി കൊഴിച്ചൽ മാറ്റുന്നതിനും ഡാൻഡ്രഫ് മാറാനും പുതിയ മുടി കിളിർക്കാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഹെയർ സ്പാ ക്രീമാണ്. അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം മുടി എന്ന് പറയുന്നത് പാരമ്പര്യമാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. പക്ഷെ പാരമ്പര്യമൊന്നുമില്ലാതെ തന്നെ നമ്മൾ മുടിയെ കെയർ ചെയ്താൽ തീർച്ചയായിട്ടും മുടി വളരും. പിന്നെ മിനക്കെടാൻ തയ്യാറില്ലാത്തവരാണ് മുടി പാരമ്പര്യമാണ്, നമുക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ എൻ്റെ ചാനലിലെത്തി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നമ്മൾ ഇന്നത്തെ ഹെയർ സ്പാ ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള അരിപ്പൊടിയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഒക്കെ എടുത്തു വെച്ചിട്ടുള്ള അതേ അരിപ്പൊടി. ഇനി അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം 1 സ്പൂൺ അളവിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിനെ അരച്ചെടുത്താലും മതിയാവും. എന്നിട്ട് ഇതിനെ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും ഉണ്ടാവരുത്, അല്ല കട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടാവരുത്. അതിനുശേഷം വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ല നേർത്ത വെള്ളമാക്കി എടുക്കണം. കാരണം ഇതിനെ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഒരുപാട് അരിപ്പൊടിയാണ്, എല്ലാവർക്കും അറിയാം, ഒരുപാട് കുറുകിപ്പോവും. ഇനി അതിനകത്തേക്ക് വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്, നമ്മുടെ ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും തന്നെ അറിയാം. ഇന്ന് ഒട്ടുമിക്ക കടകളിലെല്ലാം ഉള്ളതാണ് ഫ്ലാക്സ് സീഡ്. നമ്മൾ ഹെയറിൻ്റെ വീഡിയോ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിച്ച് ഹെയറിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ഫേസ് ക്രീമായിട്ട് പലതരം ക്രീമുകളിൽ ഇതിൻ്റെ ജെല്ല് ചേർത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഫ്ലാക്സ് സീഡിനെ കുറിച്ച് ഞാൻ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡും കൂടി ഈ അരിപ്പൊടി കലക്കിയ മിക്സിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡും തിളച്ച് കുറുകി വരുമ്പോൾ നല്ല ജെല്ലായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളവും അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്റ്റൗ ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും അതുപോലെ ഫ്ലാക്സ് സീഡും വെന്ത് വരുമ്പോഴും കുറുകി വരുന്നത് കൊണ്ട് ഇത് അടിയിൽ പിടിച്ചു പോയി കരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് നല്ല തിള വരുന്നത് വരെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് ഒരു 4-5 മിനിറ്റ് വരെ ഒന്ന് വേകാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരി കഴുകിയ വെള്ളവും അതുപോലെ കഞ്ഞിവെള്ളവുമൊക്കെ പണ്ട് അമ്മമ്മമാരുടെ കാലം മുതൽക്കേ തന്നെ തലയിൽ തേക്കുന്നതും കുളിക്കുന്നതിന് മുമ്പ് തേച്ച് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടി സോഫ്റ്റ് ആവുന്നതിനും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഇതുപോലെ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഈ പാക്കിന് യാതൊരുവിധ സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇതും അരി തന്നെയാണ്. അരി മുടിക്ക് നല്ല കട്ടി കൂട്ടുന്നതിനും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതിനും മുടി കൊഴിച്ചൽ മാറുന്നതിനും അതുപോലെ ഡാൻഡ്രഫിനെ നമ്മുടെ മുടിയിൽ തലയിലുണ്ടാകുന്ന ചില സമയത്ത് ഭയങ്കര വല്ലാത്തൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇതിനും അതുപോലെ മുടി നല്ല തിളക്കം കിട്ടുന്നതിനും നല്ലതാണ്. ഇതുപോലെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വേവിച്ചെടുത്തിട്ടുള്ള ഈ വെള്ളം, പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെയാണ്. മുടി വളരാൻ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. ഉള്ളിലേക്ക് കഴിക്കുന്നതും ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. പിന്നെ ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് വല്ലാത്ത ഒരു സ്റ്റിപ്പി ഒരു ഷാമ്പുവിൻ്റെ രീതിയിലുള്ള ഒരു രീതിയിലാവും. ഈ സമയം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടോടെ തന്നെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കേണ്ടുന്നതാണ്. കാരണം ചൂടാറി കഴിഞ്ഞാൽ രണ്ടിനും ചെറുതായിട്ടൊന്ന് കട്ടി വരും, നന്നായിട്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിവിടെ 2 പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് ഇത് തണുത്തതിന് ശേഷം ഞാനിത് ഒരു ദിവസം വിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും ഇത് ഉപയോഗിച്ച് തല കഴുകുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ 1-2 ദിവസത്തേക്ക് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഈ അരിച്ചെടുത്തിട്ടുള്ള ഫ്ലാക്സ് സീഡ് നമുക്ക് മുഖത്ത് തേക്കാനോ ഒക്കെ നല്ലതാണ്, കളയണമെന്നില്ല. വീണ്ടും ഒന്നുകൂടെ മിക്സിയിലിട്ട് അരച്ചെടുത്തതിൻ്റെ പേസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ചൂടാറിയതിന് ശേഷം.
ഇനി ഇതിനെ 2 പാത്രത്തിലെയും ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ചൂടാറിയതിനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വരെയൊക്കെ ഇതുപോലെ ഒരാഴ്ചത്തേക്കുള്ളത് ഒന്നിച്ച് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് ഒരു അല്പസമയം ഒരു 10 മിനിറ്റൊക്കെ വെച്ചുമ്പോഴത്തേക്കും നന്നായിട്ട് ചൂടാറണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ചൂടായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ വഴുക്കൽ പോലെ ചെറിയൊരു ഒരു കൊഴുകൊഴുപ്പ്, അതായത് ആ ഫ്ലാക്സ് സീഡിൻ്റെ ഒരു കിഴുപ്പ് കാണാം. ഈ സമയം നന്നായി ചൂടാറിയതിന് ശേഷം നല്ല കട്ടിയുള്ള പുളിച്ച തൈര്, നല്ല പുളിയുള്ള തൈരാണിത്. അതുപോലെ നല്ല കട്ട വെള്ളം പോലെ ഇരിക്കുന്ന നല്ല കട്ട തൈര് ഒഴിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. ആദ്യം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് ഒരുമാതിരി പിരിഞ്ഞ പോലെ, പാല് പിരിഞ്ഞ പോലെ തോന്നിക്കപ്പെടും. പക്ഷെ അതിൽ കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആവും. അതിനുശേഷം നമ്മൾ തലയിൽ വേറെ അതിന് മുമ്പൊന്നും തേക്കേണ്ട. ഞാനിപ്പം തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ അതിനു മുമ്പ് ഓയിലോ ഒന്നും തന്നെ തേക്കുന്നില്ല. എങ്ങനെയാണോ കഴിഞ്ഞ ദിവസം മുടി ഉണ്ടായിരിക്കുന്നത് അതിനകത്തേക്ക് ഇതുപോലെ മുടിയുടെ എല്ലാ ലെയറും എടുത്തിട്ട് മുടിയിൽ മൊത്തവും, അതുപോലെ മുടിയുടെ തുമ്പറ്റം വരെയും, തലയോട്ടിയിലും മുടിയുടെ തുമ്പറ്റം വരെ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ നീളമനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ യാതൊരു കേടുമില്ല. അതുപോലെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഷാമ്പു ഉപയോഗിക്കാനാണ് മുടി കഴുകിയത്. എന്നാലും നമുക്ക് ഷാമ്പു ഉപയോഗിക്കണമെന്ന് തോന്നുന്ന അങ്ങനെ സ്റ്റിക്കിനെസ്സോ ഒന്നും തന്നെ തോന്നാറില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മൈൽഡായിട്ട് ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷാമ്പു ഇല്ലാതെ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകുന്നത്. ഇനി ഇത് തല മുഴുവൻ, അതുപോലെ തന്നെ മുടിയുടെ എൻ്റെ അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി നന്നായി ചുറ്റിക്കെട്ടി വെച്ചേക്കുക. 1 മണിക്കൂറെങ്കിലും, മിനിമം 1 മണിക്കൂറെങ്കിലും ഇതിനെ ഇതേപോലെ വെച്ചേക്കുക. അപ്പോൾ മാത്രമേ ഇത് മുടിയുടെ ഉള്ളിലേക്കെല്ലാം ഇറങ്ങി നന്നായിട്ട് സമയമെടുത്ത് ഇത് പ്രവർത്തിക്കത്തുള്ളൂ. ഇതുപോലെയുള്ള നാച്ചുറൽ സംഭവങ്ങൾ എന്തായാലും ശരി, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ സമയം കൊടുക്കണം. അതുപോലെ റെഗുലർ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ സംഭവിക്കും. പക്ഷേ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും ഒക്കെ, അതുപോലെ മുടി നല്ല കട്ടിയായി വളരാനും ഒക്കെ ആണെങ്കിൽ നമ്മളിത് ഡെയിലി നിരന്തരമായിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കണം. അപ്പം ഞാൻ മുടി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുടി ഒന്ന് കഴുകിയിട്ട് വരുമ്പം തന്നെ ഞാനിത് ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഷാമ്പു ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ നല്ല സിൽക്കി ആയിട്ടാണ് ഇത് കഴിയുമ്പം ഇരിക്കുന്നത്. പിന്നെ എൻ്റെ മുടി കുറച്ച് കേർലിയാണ്. ഇനി ആ കേർലി ഒന്ന് മാറ്റുന്നതിന്, സ്ട്രെയിറ്റൻ ചെയ്യുന്നതിനുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ നല്ല തിളക്കം കിട്ടുന്നതാണ്, നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഇതിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ടിപ്സ് അറിയാത്തവർക്കായി വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പൈസ ഒന്നും നഷ്ടപ്പെടുന്നതല്ല. നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനെ എനിക്ക് കിട്ടുന്ന ഓരോ പ്രോത്സാഹനമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കുക. ഇനി പുതിയൊരു ടിപ്പുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.